ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മെയ് 13 ഇന്നേ ദിവസം ജനിച്ചിട്ടുള്ളവരുടെ സ്വഭാവ സവിശേഷതകളാണ്. സോ മെയ് 13 നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇത് മെയ് 13 ജനിച്ചിട്ടുള്ള ഏത് വർഷമായാലും ജനിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചാണ്. സോ ഇതൊരു പ്രത്യേക ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പരിചയമുള്ളവർ, അറിയുന്നതുമായിട്ടുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. സോ നമുക്ക് റീഡിങ്സിലേക്ക് വരാം. ആദ്യം തന്നെ ചറിയറ്റ് എനർജി, 6 of Swords ആൻഡ് മൂൺ കാർഡാണ്. സോ ഈ ഒരു ദിവസത്തിൽ ജനിച്ചിട്ടുള്ള ആളുകൾ വളരെ ജീവിതത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും. ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ഒരിടത്തും അവർക്കൊരു ആത്മവിശ്വാസക്കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അവരൊരു വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം, ഏത് സാഹചര്യത്തെയും അതിജീവിച്ച് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മാനേജ് ചെയ്തു പോകുന്ന വ്യക്തികളാണ്. കാരണം ഏത് വഴിയിലേക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണം, അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ പോലും അവർ ചിന്തിച്ച് നിൽക്കേണ്ടി വരുന്ന, ഒരിടത്ത് പകച്ച് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വളരെ കുറവാണ്. ഈ ഒരു ദിവസം ജനിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ, ജീവിതത്തിൽ എപ്പോഴും വളരെയധികം വിദ്യാഭ്യാസപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും. ഇനി ഒരു കാരണവശാൽ അവർക്ക് വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ പല കുടുംബ ജീവിതത്തിലെ അല്ലെങ്കിൽ വീട്ടിലത്തെ അന്തരീക്ഷം, പല കാരണങ്ങൾ കൊണ്ടിട്ട് വിദ്യാഭ്യാസം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി അവിടെ വളരെയധികം അവർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരായിരിക്കും. വളരെ പവർഫുൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉള്ളവരായിരിക്കും. അവരുടെ വാചാലരാണ്. അവർ വാചാലരെന്ന് പറയുമ്പോൾ തന്നെ അവർ വെറുതെ സംസാരിക്കുകയുമില്ല. അതേസമയം അതായത് അവർ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ ആധികാരികമായിട്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ള ആളുകളായിരിക്കും. അവരെപ്പോഴും മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന, സൊസൈറ്റിയിൽ വെൽ റെസ്പെക്റ്റ് ഉള്ളവരായിരിക്കും. അതിന് അവരിനി വലിയൊരു മാനേജറൽ പൊസിഷനിൽ ഇരിക്കണമെന്നോ ഹയർ പൊസിഷനിൽ ഉണ്ടാവണം എന്നില്ല. വളരെ സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ, ഇനി ഒരു കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും അവരെ ചുറ്റുപാടുമുള്ളവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ആത്മവിശ്വാസം, അതായത് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്നുള്ളതിൻ്റെ ബേസിസിലല്ലാതെ അവരുടെ നിലനിൽപ്പ് തന്നെ അവരുടെ ആത്മവിശ്വാസം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6 of Swords എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു ദിവസം ജനിച്ചിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും വളരെയധികം ഒരു സ്ട്രോങ് മെൻറ്റാലിറ്റി അവരിലുണ്ടാവും. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ സ്റ്റക്കാണെന്ന് തോന്നിയാൽ ഒരിക്കലും അവിടെ, അതായത് ഇനി മുന്നോട്ടേക്ക് വഴിയില്ല അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പാതയില്ല എന്ന് വിചാരിച്ച് സ്റ്റക്കായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാവാറില്ല. എപ്പോഴും അവരുടെ ഡയറക്ഷൻ ഏത് വഴിയിലാണ് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഉറപ്പുണ്ടായിരിക്കും. അതായത് ഇന്ന പാതയിൽ ഞാൻ സഞ്ചരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് അവർക്ക് വളരെയധികം ഉറപ്പുള്ള ഒരു കാര്യമാണ്. അവരുടെ വീക്ക്നെസ് എന്നുള്ള രീതിയിൽ ഒരു പക്ഷെ പറയാവുന്ന ഒരു കാര്യം ഓവർ തിങ്കിങ് ആയിരിക്കും. അവർക്ക് അറിയുന്നുണ്ടാവും ഇന്നതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു സ്റ്റക്കാവില്ല. കോൺഫിഡൻസ് ഉണ്ടാവും, മുന്നോട്ടേക്ക് പോകാനൊക്കെ ഉണ്ടാവും. അവരൊരിക്കലും സ്റ്റക്കാവില്ല. എന്നിരുന്നാൽ കൂടി അവർക്ക് ഓവർ തിങ്കിങ് അവരുടെ മറ്റൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. കാരണം പലപ്പോഴും ഓവർ തിങ്കിങ്ങിലേക്ക് പോകുമ്പോഴാണല്ലോ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സൗഹൃദം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്, നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതിലേക്കായിരിക്കും നിങ്ങളുടെ ഫോക്കസ് കൂടുതലായിട്ടും. വിദ്യാഭ്യാസ സമയത്ത് വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ജോലിയിലാണെങ്കിൽ കരിയറിൽ വളരെ സ്ട്രോങ് ആയിട്ട് കരിയറിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് മുന്നേറ്റം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു എയിം നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. അതേപോലെ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് മൂൺ കാർഡാണ്. മൂൺ കാർഡ് ഇൻറ്റ്യൂഷനാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വളരെ സെൻസിറ്റീവ്, മൂൺ എനർജി ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കെയറിങ്ങും സെൻസിറ്റീവുമായിരിക്കും. പക്ഷേ വളരെയധികം പലപ്പോഴും അവരുടെ ബാഹ്യമായിട്ടുള്ള അവരുടെ എന്താ പറയുക, ഫിസിക്കൽ സ്ട്രക്ചറോ അല്ലെങ്കിൽ അവരുടെ രൂപഭാവങ്ങളോ എപ്പോഴും ഒരു ഗൗരവം ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം പുറത്തുനിന്ന്. അതായത് പ്രത്യേകിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ അവരൊരു ഒരു സ്ട്രോങ് ഹെഡഡ് ആണ്, അല്ലെങ്കിൽ ഇത്തിരി ഭയങ്കര ഗൗരവമുള്ള വ്യക്തികളായിട്ട് തോന്നും.
അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ തോന്നുമെങ്കിൽ കൂടിയും മുന്നോട്ടേക്ക് അവരുമായിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ളൊരു സംഭാഷണത്തിന് അവസരം കിട്ടിയോ അല്ലെങ്കിൽ മുന്നോട്ടേക്ക് അവരായിട്ട് സംസാരിച്ചൊക്കെ വരുമ്പോൾ മനസ്സിലാകുന്നതായിരിക്കും അവർക്ക് വളരെയധികം കെയറിങ് ആയിരിക്കും. അവരുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കുറിച്ചിട്ടൊക്കെ അവർ വളരെ കെയർ എടുത്ത് നോക്കിക്കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ജീവിതത്തിൽ മൂൺ എനർജിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് ചില കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാൻ താല്പര്യം കൂടുതലായിരിക്കും. പലതും മറനീക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ ജോലികളിലൊക്കെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ജോലി ഉള്ള സാധ്യതകളിൽ കൂടുതലായിരിക്കും. അതിനിപ്പോൾ നിങ്ങളൊരു പോലീസ്, ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ നമ്മൾ എന്താണ് അസുഖം അത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ചെയ്യേണ്ടി തരുന്ന ജോലികളും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ജോലികളായിരിക്കും. അതായത് കുറച്ച് കാര്യങ്ങൾ ആലോചിച്ച് റിസർച്ച് ചെയ്ത് നോക്കി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അതെന്ത് തരത്തിലുള്ളൊരു ജോലിയാണെങ്കിലും അതിപ്പോൾ മറ്റ് ഫീൽഡുകളിലുള്ളതായിക്കൊള്ളട്ടെ, അവർ ചെയ്യുന്ന ജോലി എന്തായാലും അവർ അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ട് പഠിച്ച് അതിൻ്റെ ശരിയായിട്ടുള്ള ഉള്ളറകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചുറ്റുമുള്ള ആളുകൾ എപ്പോഴും അവരെ അവരുടെ ഉള്ളിലെ കുട്ടികൾ എപ്പോഴും ഉണർന്നിരിക്കും. അതായത് അവർ കുട്ടിത്തം എന്ന് പറയുമ്പോൾ ചെറുതായിരുന്ന സമയത്ത് അവർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ എപ്പോഴും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അതായത് ചെറുതിലെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾ വലുതായിട്ടും അവർക്ക് ആ ഇഷ്ടങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകാൻ ഇഷ്ടമായിരിക്കും. അതായത് അവർക്ക് ചുറ്റുമുള്ള ആളുകൾ അവരുടെ ഉള്ളിലെ ആ കുട്ടിയെ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അവരുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അവർക്ക് കൂടുതൽ ഇവരിലേക്ക് സന്തോഷം പകരാനായിട്ട് സാധിക്കും എന്നുള്ള. പ്രത്യേകിച്ച് ഇപ്പോൾ വിവാഹം കഴിച്ചവരാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഈ ഒരു ദിവസം ജനിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ ഉള്ളിൽ എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവർക്കത് ചെയ്യാനുള്ള അവസരം നൽകുകയും അവരോടൊപ്പം നിങ്ങളും പങ്കുചേരുകയും ചെയ്യുകയാണെങ്കിൽ അവർ വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെയുള്ള കുറച്ച് കൊച്ചു കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിൽ നൽകാൻ കഴിയും. വലിയ വലിയ ആഗ്രഹങ്ങൾ എന്നുള്ള രീതിയുടെ അപ്പുറത്തേക്ക് പ്രതീക്ഷകൾ അവർക്ക് ചെയ്യേണ്ടുന്ന കൊച്ചു കാര്യങ്ങൾ വെച്ച് വലിയ വലിയ പ്രതീക്ഷകൾ ബന്ധങ്ങളിൽ നിന്ന് കാണില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിൽ അവർക്ക് സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പി ആയിരിക്കും. പിന്നെ സീക്രട്ട്, അതായത് മിസ്റ്ററി റിലേഷൻഷിപ്പിൽ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. എല്ലാം തുറന്ന് സംസാരിക്കാൻ, സീക്രറ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരിലുമല്ല, അതായത് അത്രയും അടുത്ത ബന്ധമുള്ളവർ തങ്ങളിൽ നിന്നൊന്നും മറച്ചു വെക്കുന്നത് അവർക്ക് ഇഷ്ടമല്ലാത്തൊരു സിറ്റുവേഷനാണ്. പക്ഷെ പുറത്ത് എല്ലാവരോടും സംസാരിക്കുമ്പോൾ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയുമല്ല. കാരണം എല്ലാവരോടും എല്ലാം തുറന്നു പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അവരോട് അടുപ്പമുള്ളവർ അവരോടെല്ലാം തുറന്നു പറഞ്ഞാൽ ഇവരും അവരോടെല്ലാം ഷെയർ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് കാണുന്നത്. ഇന്നേ ദിവസം ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ കമൻറ്റിൽ അറിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികൾ ഈ ദിവസം ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയിക്കുക അവരുടെ സ്വഭാവം ഈ ഒരു രീതിയിലാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.